നമ്മൾ അങ്ങനെ ഓടി ഓടി കുറച്ച് സമയം ഇതിൽ ഫുൾ ഓടാൻ തുടങ്ങി. മറ്റുള്ള സ്ഥലത്തെല്ലാം നമ്മൾ ടർക്കിയിലും റഷ്യയിലും പോയ സമയത്ത് ഈ പൊളിച്ചൊക്കെ സൊബൈക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഇത് വരൂലേ സൂര്യോദയം, അത് ഭയങ്കര രസമായിരുന്നു കാണാൻ. പക്ഷെ ഇത് നോക്കിയിട്ട് കസക്കിസ്ഥാൻ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല, ഒരു നോർമൽ കളറ്. ഇവിടുത്തെ സ്പീഡ് 120 പക്ഷെ 120 കൂടുതൽ ഞാൻ ഓടിക്കുന്നത്. ഫൈൻ അടിക്കൂല എന്നുള്ള ഒറ്റൊരു ധൈര്യത്തിൽ മാത്രമാണ്. അടിച്ചിട്ട് പണി കിട്ടും. ഇതണ്ട ഇലകളെല്ലാം കൊയ്യാൻ തുടങ്ങി. ഐസ് കുറച്ചും കൂടി കഴിഞ്ഞാൽ വീഴും. അത് കഴിഞ്ഞാൽ പിന്നെ കസക്കിസ്ഥാൻ വേറൊരു ലോകമാവും. നമുക്ക് പോകേണ്ട സ്ഥലത്ത് നല്ല ദൂരമുണ്ട്. ഇതെല്ലാം ടോൾ റോഡാട്ടോ. പക്ഷെ ടോൾ എവിടുന്നാന്ന് വാങ്ങുന്നതെന്ന് മനസ്സിലാവില്ല. ചിലപ്പം ഓട്ടോമാറ്റിക് ആണെങ്കിൽ, മറ്റേ ഇലക്ട്രോണിക് ടോൾ ആണെങ്കിൽ അത് കിട്ടൂല. പക്ഷെ മറ്റേ ഇങ്ങനെ റഷ്യ പോലെ ഇരുന്ന് വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പൊ കുറച്ചൊരു ഉദയത്തിന്റെ ഇതെല്ലാം അടിച്ച്. കസക്കിസ്ഥാൻ നല്ല വലിയ രാജ്യമായിട്ടാ, നോക്കിയട്ടെ എത്രയാ. പിന്നെ കുറേ ഇതുപോലത്തെ വരണ്ട സ്ഥലങ്ങളുണ്ട് ഇവർക്ക്. കുറേ മലകളും, കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യും, കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കുറേ മരങ്ങളുണ്ടാവും. അത് നോക്കിയാട്ടെ, ഒരു കാറിന്റെ മുകളിലാണ് കടക്ക് എന്തോ കൊണ്ടുപോകുന്നത്. ടോളാന്ന് തോന്നുന്നു നമ്മൾ നേരെ ഫ്രണ്ടിലുള്ള. ഈ റോഡ് കാണാൻ തന്നെ കുറച്ചൊരു രസം. അതായത് അൽമാട്ടിന്ന് ഉലാൻബത്താർ മംഗോളിയന്റെ ക്യാപിറ്റലാണ്. ആടത്തേക്ക് എത്ര 50 മണിക്കൂർ ഡ്രൈവും 4000 കിലോമീറ്റർ കാണിച്ചത്. അത് 2 ദിവസമുള്ള മദ്യം നന്നാക്കിയതാണ്ടാ 120 ഓടിക്കുക. ദുബായ് പോലെ തന്നെ നമുക്ക് ഇവിടെ ഓടിക്കാൻ പറ്റും കസക്കിസ്ഥാനിൽ. അതാണ് ഇവരെ ഗുണം. നല്ല റോഡുമാണ്. ഇതിപ്പോൾ ഇവിടെ എത്തിയേ എന്തോ സ്പീഡ് കുറഞ്ഞത് കൊണ്ടാണ്. ഇവിടെ പച്ചയാണ്. ഇയാളെന്താ പെട്ടെന്ന് ബ്രേക്ക് കിട്ടി. വെറുതെ മനുഷ്യന്മാരെ ടെൻഷനാക്കാൻ.